ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ളൊരു കടുമാങ്ങൻ്റെ റെസിപ്പി നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടി നന്നായി മൂത്തിട്ടുള്ള മാങ്ങ ഞാൻ ചെറിയ ക്യൂബാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാവുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടി പൊട്ടിച്ച ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മാങ്ങ ഏകദേശം ഇങ്ങനെ വഴറ്റി നമുക്കൊന്ന് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി ഏകദേശം ഒരു ഹാഫ് കുക്കാക്കി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മസാലൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് മാങ്ങ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. മാങ്ങ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവട്ടെ ഈ കടുമാങ്ങയ്ക്ക്. അതിനുശേഷം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നല്ലൊരു തിക്കുള്ളൊരു പരിവായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ ടേസ്റ്റുള്ള കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരാഴ്ചത്തോളം ഫ്രിഡ്ജിൽ